500 വർഷത്തെ ചരിത്രം തിരുത്തപ്പെട്ടു. ലിയോ 14 പാപ്പയോടൊപ്പം എക്യുമെനിക്കൽ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ചാൾസ് മൂന്നാമൻ രാജാവും കാമില രാജ്ഞിയും. സിസ്റ്റൈൻ ചാപ്പലിലാണ് എക്യുമെനിക്കൽ പ്രാർത്ഥന നടന്നത്. റോമിൽ വന്നിറങ്ങിയ ചാൾസ് മൂന്നാമൻ രാജാവിനെയും കാമില രാജ്ഞിയെയും ഹോളി സീയിലെ UK അംബാസഡർ ഉൾപ്പെടെയുള്ള പ്രതിനിധി സംഘം എത്തിയാണ് സ്വീകരിച്ചത്. ലിയോ 14 പാപ്പയുമായുള്ള കൂടിക്കാഴ്ച ബ്രിട്ടനും വത്തിക്കാനും ഇടയിലുള്ള ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആംഗ്ലിക്കൻ സഭയും കത്തോലിക്ക സഭയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്നതായിരുന്നു ഈ കൂടിക്കാഴ്ച. ക്രൈസ്തവ ഐക്യവും പരിസ്ഥിതി സംരക്ഷണവും വിഷയമാക്കിയുള്ള എക്യുമെനിക്കൽ പ്രാർത്ഥനയിൽ ചാൾസ് രാജാവും ലിയോ 14 പാപ്പയും ഒരുമിച്ച് പങ്കെടുത്തു. റോമിലെ പ്രധാന കത്തോലിക്ക ബസിലിക്കകളിലൊന്നായ സെന്റ് പോൾസ് ഔട്ട്സൈഡ് ദി വാൾസിൽ വെച്ച് ചാൾസ് രാജാവിന് റോയൽ കോൺഫ്രൈറ്റർ എന്ന ബഹുമതി നൽകി. രാജകീയ ചിഹ്നം ആലേഖനം ചെയ്ത ഒരു പ്രത്യേക കസാരയും അദ്ദേഹത്തിന് സമ്മാനിച്ചു. കത്തോലിക്ക സഭയുടെ 2025 ജൂബിലി വർഷവുമായി ബന്ധപ്പെട്ടാണ് ഈ സന്ദർശനം. പ്രതീക്ഷയുടെ തീർത്ഥാടകർ എന്ന ജൂബിലി സന്ദേശം ഇരു സഭകളും തമ്മിലുള്ള സഹകരണത്തിന് ഊന്നൽ നൽകുന്നു. 16-ാം നൂറ്റാണ്ടിൽ ഹെൻറി 8 രാജാവിന്റെ കാലത്ത് ബ്രിട്ടീഷ് രാജകുടുംബം റോമുമായുള്ള ബന്ധം വിച്ഛേദിച്ചതിനു ശേഷം ഇരു സഭകളും തമ്മിൽ നിലനിന്നിരുന്ന അകലം കുറയ്ക്കുന്നതിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, ആഗോളതലത്തിലുള്ള സമാധാന ശ്രമങ്ങൾ, മതപരമായ സൗഹൃദത്തിന് പ്രാധാന്യം തുടങ്ങിയ പൊതുവായ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. സമാധാനത്തിനും ലോക നന്മയ്ക്കും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഇരു നേതാക്കളും ഉറപ്പിച്ചു പറഞ്ഞു. നൂറ്റാണ്ടുകളുടെ ഭിന്നിപ്പുകൾക്ക് ശേഷം ഒരു ബ്രിട്ടീഷ് രാജാവ് കത്തോലിക്ക സഭയുടെ തലവനുമായി ചേർന്ന് പ്രാർത്ഥിക്കുന്നത് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾക്ക് ഐക്യത്തിന്റെ ശക്തമായ സന്ദേശമാണ് നൽകുന്നത്.